അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചിട്ടെ, പ്രിയദർശൻ സാറ് മണിരത്നം സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ? അവരുടെ കൂടെ ഈ വെറുതെ ഓരോ പടം ചെയ്യുന്ന മിലിറ്ററി ആ ആ സീക്വൻസോ ഉം. പ്രിയേട്ടനോട് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രിയേട്ടനൊന്നും പടമൊന്നുമില്ല. ഉം. അപ്പം ഞാൻ കാലത്ത് സ്കൂട്ടർ എടുത്തുകൊണ്ട് പ്രിയേട്ടൻ്റെ അവിടെ പോകും. എന്നിട്ട് പ്രിയേട്ടനെ സ്കൂട്ടറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രിയേട്ടൻ്റെ കാറെടുത്തിട്ട് ഞങ്ങൾ ഡോൺ ബോസ്കോ പോയി നടക്കാൻ പോകും. അദ്ദേഹത്തിൻ്റെ ശരീരം നോക്കിയാണ് എൻ്റെ പണി. അല്ലെങ്കിൽ മടിയനാണ് പ്രിയേട്ടൻ, നീക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഉം. അപ്പം അങ്ങനെ ഞാൻ മൂപ്പരെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നു. ഉം. അങ്ങനെ അപ്പോഴത്തേക്കും മോഹൻലാലിൻ്റെ വീടിൻ്റെ അടുത്താണ്. അങ്ങനെ സ്വിച്ചിനെ പിടിച്ച് ആ ട്രാക്കിൽ കയറ്റി. അപ്പം ഞങ്ങളെല്ലാവരും വാക്കിംഗ് ഇതായി. സ്വിച്ച് അപ്പോഴത്തേക്കും ഒരു 11 കിലോ വെയിറ്റ് കുറച്ചു. അങ്ങനെ ഇതെല്ലാം നടക്കുന്ന ഒരു 6 മാസം 8 മാസത്തിൻ്റെ അങ്ങനെ നല്ലൊരു കമ്പനി. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ തിരിച്ച് സ്കൂട്ടറും കൊണ്ടുവന്ന് പ്രിയേട്ടൻ്റെ അടുത്ത് വന്നു. പ്രിയേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സുരേഷ് ബാലായിട്ട് ഓഫീസിൽ പോയിരിക്കും. അവിടെ ഇരുന്നു പണിയെടുത്ത്. അപ്പോഴത്തേക്കും പ്രിയേട്ടൻ്റെ സ്റ്റുഡിയോൻ്റെ വർക്ക് നടക്കുന്നു, ഈ 4 ഫ്രെയിംസൊക്കെ. അങ്ങനെ ഒരു ലൈഫ് അങ്ങനെ ടുഗദർ ലസീം എന്ന് പറയുന്നൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ബാലാജി അങ്കിളിൻ്റെ സുച്ചിയുടെ ഡാഡിൻ്റെ വീട്ടിലുണ്ടായിരിക്കും. അർജുൻ വാസ് ഗ്രോൺ അപ്പ് ദർ എലോങ് വിത്ത് അപ്പു. ഈ ഇവരെല്ലാവരും കുട്ടികളെല്ലാം ഒരുമിച്ച് വളരുന്നുണ്ട്. അർജുനൊന്നും ഹോംവർക്കൊന്നും ചെയ്യേണ്ട ഇതില്ല. നമ്മൾ ഈവനിങ് ആയ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ട് നട്ടു. അത് കഴിഞ്ഞ് രാത്രി തിരിച്ചു പോയി കിടന്നുറങ്ങുന്നു. ഇങ്ങനൊരു ലൈഫായിരുന്നു അവിടെ. പിന്നെ അത് കഴിഞ്ഞ് പ്രിയേട്ടൻ്റെ കൂടെ ആഡിൽ അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. സിനിമകൾ വന്നപ്പോഴത്തേക്കും ഐ വാസ് നോട്ട് ദാറ്റ് കീൻ. ഇത്രയും ദിവസം അവിടെ പോയി നിൽക്കുകയാണ്. പിന്നെ രാക്കളിപ്പാട്ടിനിൽ തുടങ്ങിയപ്പം എന്നെ അസിസ്റ്റൻ്റായിട്ട് അവിടെ അഭിനയിക്കാനും കൂടെ വെച്ചു. പിന്നെ മേഘത്തിൽ അതായി. മേഘം കഴിഞ്ഞ് പിന്നെ വെട്ടമായി. വെട്ടത്തിൽ എന്നെ അസോസിയേറ്റ് ആയിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ കീർച്ചക്ര മോഹൻലാലായിട്ടെല്ലാം ടൈപ്പ് ചെയ്ത് ഓക്കെ ആക്കി. പിന്നെ അത് ഡേറ്റ് മാറിയതുകൊണ്ട് ഒരു വർഷം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പ്രിയേട്ടൻ പറഞ്ഞ്, എടാ ഒരു കഥ എഴുതണം എനിക്ക്, നീ ഒന്ന് വാങ്ങുന്നത്. അങ്ങനെ ഞാൻ ഹോൾലൈനിൽ പോയിരുന്ന് ഞാനും പ്രിയേട്ടനും കൂടെ രാത്രി ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്രിയേട്ടൻ ഷൂട്ടിന് പോവും, ഞാനത് ഇരുന്നിട്ട് 1 ലൈൻ റെഡിയാക്കും ഡേ ടൈമിൽ. അങ്ങനെ ഒന്നാണ് മാലാമാൽ വീക്ക്ലി എന്ന് പറയുന്ന പടം. അതാണ് ഇവിടെ ആമി മൊയിലൊന്ന് എന്തോ പറയുന്നത്. മാലാമാൽ വീക്ക്ലി ബിഗേം എ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഓഫ്. ഇത് ഞാൻ കീർച്ചക്ര ചെയ്യുന്നതിന് മുന്നേ ചെയ്ത പടമാണ്. അപ്പം അങ്ങനെ ഒരു ബന്ധം അവിടേക്ക് വന്നു. പ്രിയേട്ടനായിട്ട് ഞാനിപ്പോഴും ഉടക്കുണ്ടാകും. പ്രിയേട്ടൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനത് പറയും ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ ഓക്കെ. പക്ഷേ പ്രിയേട്ടൻ ഒരു വിളി വിളിച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണ് ഫ്യൂസ് ഊരിയിടിച്ചിട്ട് എന്താ വേണ്ട എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് നിൽക്കും. അങ്ങനെ എപ്പോഴൊന്നും വിളിയൊന്നും ഉണ്ടാവില്ല. മൂപ്പർക്കും ഇന്ന സമയത്ത് അവനെ വിളിക്കാമെന്ന് പറയും. വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിയിരിക്കും. ഇങ്ങനെയുള്ള കുറേ ബന്ധങ്ങളായില്ല. അതിൽ നിന്നാണ് മോഹൻലാൽ അപ്പം ഇവിടെ ഉണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കയറി ആ സിനിമയായിട്ട് ഇങ്ങനെ വന്നു. എന്നിട്ടും ഞാൻ ഈ കീർച്ചക്ര എഴുതി വെച്ചിട്ടും മോഹൻലാലിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല, മമ്മൂക്കാൻ്റെ അടുത്ത് പോയിട്ടില്ല. മമ്മൂക്കാനെ അറിയാമായിരുന്നു. മറയൂരിൽ പട്ടാളം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂമിൽ കയറി വന്നു. മറയൂരിൽ ഞാനും മമ്മൂക്കി ഒരു റൂമിൽ ഇതിലായിരുന്നു, ഹോട്ടലിൽ. ഒരു ദിവസം കയറി വന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു. കുറേ പേപ്പറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കഥ എഴുതണമെന്ന് പറഞ്ഞു. എന്താണ് കഥ? നമ്മളിങ്ങനെ നക്ഷൽ പറഞ്ഞു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് മൂപ്പരെന്താ ചായ എന്താ കുടിച്ചോണ്ടിരുന്നത്? കപ്പെടുത്ത് അത് പിന്നെ നിങ്ങളെ മറ്റവനെ വെച്ചിട്ടില്ല ചെയ്യുള്ളൂ. മമ്മൂക്കാനെ ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു സംഭവമുണ്ട്. നിങ്ങളിങ്ങനെ പിന്നെ അവനായിട്ടല്ലേ വലിയ ബന്ധം. അപ്പം ഞാനെന്ത് പറഞ്ഞത്, ഞാൻ പറയും നിങ്ങളൊക്കെ എനിക്ക് ഡേറ്റ് ഇടുക, നിങ്ങളായാലും ശരി അവനായാലും ശരി, നമ്മൾ വല്ല പുതിയ പിള്ളേരെ വെച്ചിട്ട്. അങ്ങനെയാണ് ഞാൻ ബിജുവിൻ്റെ അടുത്ത് പോകുന്നത്. ബിജുവായിട്ട് നമ്മളതൊക്കെ സെറ്റപ്പ് ചെയ്തു. അവിടുന്ന് ബിജു ഒരു പ്രൊഡ്യൂസറിനെ കൊണ്ടുവന്നു. അങ്ങനെ താജിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അമേരിക്കക്കാർ വന്നിരിക്കുകയാണ്. ഈ പണം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എണ്ണം അമേരിക്കയിൽ വരും. ഞാൻ അമേരിക്കൻ സിറ്റിസൺ എന്നൊക്കെ പറയാം. അപ്പോൾ ബിജുവിനെയും കൂടെ താജിലെടുത്ത് എന്നെ കഥ പറയാൻ വേണ്ടി വിളിച്ചു. ഞാൻ കഥ പറയുന്ന സമയത്ത് ഇവരൊന്ന് ചിട്ട് കളിക്കണം. ഞാൻ കഥ വായിക്കാൻ വേണ്ടി ബുക്കുമായിട്ട് ഇരുന്നിട്ട് കഥ പറയുമ്പോൾ അവരവിടെ അടി. അത് 9 ക്ലാവർ നിങ്ങൾ. ഞാൻ കുറച്ച് നേരം ഇരുന്ന് രജനീഷ്, എൻ്റെ ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അതൊരു തണ്ടിക്കും വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ല. എത്ര പണക്കാരനാണെന്ന് ശരി. ഞാൻ പണത്തിന് മുമ്പിൽ തല കുനിക്കുന്ന ആളല്ല. നിങ്ങളെത്ര, അത് നിങ്ങളുടെ പൈസ, നിങ്ങളുടെ ബെന്റ്ലി ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോ, എൻ്റെ മാരുതി മതി, അത് എൻ്റെയാണത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. ഞാനിവിടുന്ന് നേരെ കീഴ്ചക്ര സ്ക്രിപ്റ്റ് മടക്കി വെച്ചു എഴുന്നേറ്റ്. ബിജു ഇരിക്കുന്നുണ്ട്. ബിജു കേട്ടപ്പോൾ ബിജുവിനൊക്കെ ഓർമ്മ വരുമായിരിക്കും. ബിജു എടാ ഈ തെണ്ടികൾ ഒരു പടം ചെയ്യലടാ ഇങ്ങനെ പറഞ്ഞ്. അവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അപ്പടിക്കുന്നുള്ള ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. അന്നത്തേക്ക് ആളെന്ന് ആലോചിച്ചു. 2004 കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ ആലോചിച്ചോട്ടോ. ഞാൻ ഈ നിൽക്കുന്ന നിപ്പില് മറ്റവന്മാർ ഞെട്ടിപ്പോയി. 2 ഞാൻ ഈ തൻ്റെ ഒന്നും പടം ചെയ്യലടാ, ഇത് നിന്നെ വെച്ചിട്ട് വെറുതെ
കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ വരുന്ന അവർ ലീവിന് വരുന്ന സമയത്ത് നിന്നെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കേടാ ബിജു, ഞാൻ പോയിട്ട് വരാമെന്ന്. ഷോ ഒരക്ഷരം വേണ്ടിയില്ല, ഞാൻ ഇറങ്ങിപ്പോയി. ബിജു ആകെ എംബറാസായി. ബിജു പറഞ്ഞു ചേട്ടാ സോറി കേട്ടോ. ഞാൻ പറയാം അല്ലാതെ, പിന്നെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറയാം അല്ലാതെ മോനെ, അവർക്ക് അവർ റെസ്പെക്ട് കൊടുക്കണം. ഒരു കഥ പറയാനൊരുത്തം വന്നിട്ടുണ്ടെങ്കിൽ അത് കേൾക്കണം. അല്ല അവൻ ചീട്ട് കളിക്കുന്നതിൻ്റെ ഇടയിൽ വല്ലതും കാതിൽ വീണാൽ ഓക്കെ എന്നുള്ളത്. അപ്പോൾ ദാറ്റ് മീൻസ് അവൻ പടം ചെയ്യാനല്ല, അത് നീ മനസ്സിലാക്കിക്കോന്നുള്ളൂ. ചേട്ടാ സോറി കേട്ടോ എന്ന്. അങ്ങനെ ആ പടം നിന്നുപോയി. ഇത് കഴിഞ്ഞ് ഞാൻ പെട്ടി മടക്കി സാധനം എല്ലാം എടുത്ത് അകത്ത് കയറ്റി വെച്ചു. പിന്നെ ഞാൻ പടം വിട്ടു. 2003 2004 പിന്നീട് ഞാൻ സെപ്റ്റംബറിൽ ലാലിൻ്റെ ലൊക്കേഷൻ വിട്ടു. ഒരു ഗതിയില്ലാതെ ഞാൻ വിചാരിച്ചത് പറഞ്ഞു നോക്കാം. അത് ഏറ്റു. വിത്തിൻ 2 hours പടം കഥ പറഞ്ഞു, ഫുള്ളിരുന്ന് കേട്ടു. അതൊക്കെയാണ് കഥ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുള്ള് കഥ വിത്ത് ഡയലോഗാണ് ഈ ലാൽ കേൾക്കുന്നത്. എനിക്ക് വായിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എഴുതിയ കഥയാണ്, എനിക്ക് ഡയലോഗുകളൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാവിലെ കണ്ണൊക്കെ നിറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ജനലിൻ്റെ അവിടെ പോയി കണ്ണുടച്ചിട്ട് ആണോ ഈ കഥ എന്താ എൻ്റെ അടുത്ത് പറയായിരുന്നു എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ആണ് ഇഷ്ടപ്പെട്ടാണ്. യാ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചു. അപ്പോൾ കറക്റ്റ് ടൈം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓഗസ്റ്റ് മാസത്തിലൊക്കെ വെതർ നന്നായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ സെപ്റ്റംബറാണ്, അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നത്. അങ്ങനെ മൂപ്പര് ആരൊക്കെ വിളിച്ച്. അപ്പോൾ എനിക്കറിയില്ല ഈ ഒരു പടത്തിന് ഡേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ അനിയനുണ്ടായിരുന്നു, അവൻ 1 മണിക്കൂർ അന്ന് തമ്പിച്ചാനുണ്ട് അവിടെ, തമ്പി കിടന്നാനും. കുറച്ച് കഴിഞ്ഞ് തമ്പിച്ചാൻ ഇതെന്ത് മണ്ണും ചാരിയൊന്നും പെണ്ണും കൊണ്ടുപോയാന്ന് വെച്ചു. അതെന്താന്ന് ചോദിച്ചു. ഞാൻ 3 വർഷമായിട്ട് ഇപ്പോൾ ആ കഥയും കൊണ്ട് നടക്കുകയാണ്. ലാല് കിടന്ന് ഞാൻ ഈ പടം ചെയ്യാൻ പോകുന്നത്. ഇത്ര എന്താണ് ഇത് രവീന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാം ലാലിൻ്റെ കഥ ഇഷ്ടപ്പെട്ട അത് ഓക്കെ ആണെന്ന് മൂപ്പര ആൾക്കാരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പം അനിയൻ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കരുത്, വില പോകും. വണ്ടി എടുത്ത് വിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ രഞ്ജിത്തിനെ വിളിച്ചു. എടാ ഇങ്ങനെയൊക്കെയാണെന്നല്ലോ നമ്മുടെ റൈറ്റർ രഞ്ജിത്ത്. അവർ ഗുഡ്. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ രഞ്ജിത്തിന് മുന്നേ ഹിന്ദിയിലേക്ക് എനിക്ക് ഒരാളെ മുട്ടിച്ചെന്ന് വിട്ടിരുന്നു, അത് നടന്നില്ല. അപ്പോൾ രഞ്ജിത്തിനെ വിളിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് കോൾസ് വരാൻ തുടങ്ങി. മോഹൻലാൽ ഡേറ്റ് തന്നത്. ഞാൻ പറഞ്ഞ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായി. പറഞ്ഞു ഇനിയിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യും വേണ്ടേ. അവിടെയാണ് നമ്മൾ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അവിടെ ചില കാരണങ്ങളെ കൊണ്ട് ആനയോട് ഒന്ന് കഥ കേൾക്കാൻ പറഞ്ഞു. ആന കഥ കേട്ടു, എന്തോ അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് വിട്ടു. പിന്നെ ഞാൻ പ്രൊഡ്യൂസറിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ 5 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തു, അത് ബൗൺസ് ആയതൊന്നും ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഒരു പ്രാവശ്യം അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ തിരുവിനൊക്കെ അഡ്വാൻസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അത് ഫൈനാൻസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. ചൗധരി സാറിൻ്റെ അടുത്താണ്. ഞാൻ പറഞ്ഞു ചൗധരി സാറിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോകുന്നു. അങ്ങനെ ചൗധരി സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാനവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചൗധരി സാറിനെ അറിയാം, അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു പടത്തിൽ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാങ്ക മേജർ ഉക്കാറും കാണുന്നു. ഞാൻ പറഞ്ഞു സാർ എൻ്റെ അടുത്ത് എന്താന്ന്. അപ്പോൾ ഇവന്മാർ രണ്ടോടെ നിൽക്കുന്നുണ്ട് പുറകിൽ ഇങ്ങനെ. ഞാൻ പറഞ്ഞു സാർ ഇവங்க சொல்கிற நான் ஒரு படம் பண்ண போகிறேன் சார் மோகன்லால் வச்சுட்டு, அதுக்கு ஃபைனான்ஸ் நீங்கள் கொடுப்பேன்னு சொல்லி இந்த 1 மாதமாக என்னை வந்து சுத்த வைக்கிறேன். நான் எப்படா சொன்னேன் உனக்கு പണം കൊടുப்பேன்னு. ഇനീഷ്യൽ പണം നീ പോടണം, അഡ്വാൻസ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്യേ, എന്നാൽ പിന്നെ ഞാൻ ഫൈനാൻസ് ചെയ്യാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ എഴുന്നേറ്റ് താങ്ക് യു സാർ പോയിട്ട് വരാം വിട്ട്. ഇനി ആരും പ്രൊഡ്യൂസർ ഒന്നുമില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരുന്നു. രമാ മേഡം ഉണ്ട് അവിടെ. சார் எங்கே இருக்கேன்? இந்த வீட்டுக்கு போயிட்டே இருக்கேன் சார். சௌதரி சார் கொஞ்சம் வர முடியுமா கூப்பிட்றாங்க. വരാമെന്നത്. അങ്ങനെ ചൗധരി സാർ തിരിച്ചു വിളിച്ച് മൂപ്പര് കഥ കേൾക്കുന്ന റൂമുണ്ട്, അവിടെ ഇരിക്കുകയാണ്. എന്നാ കഥ? അങ്ങനെ മൂപ്പര് കഥ കേൾക്കണം 2 മണിക്കൂർ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ബുക്കൊന്നുമില്ല, ഫുൾ വിത്ത് ഡയലോഗല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം 4 വർഷം ഇരുന്ന് എഴുതിയിട്ടുള്ളതാണ് ഈ സാധനം. ചൗധരി സാർ അവസാനം ക്ലൈമാക്സ് കേട്ടപ്പോഴത്തേക്കും കരച്ചിലായി. ആ മരണവും ജീവയുടെ മരണമൊക്കെ. അപ്പോൾ யார் செகண்ட் கேரக்டர்னு வச்சு. ഞാൻ சார் உங்கள் பையனோட படம் நான் பார்த்தேன், ராம். எனக்கு அவனை போட்டால் நல்லா இருக்கும்னு தோணுச்சு, அதான் நான் இவங்ககிட்ட சொல்லியிருந்தேன். ஓகே சரி சாப்பிடலாம். ഞങ്ങൾ രണ്ടാളും കൂടെ അപ്പോഴത്തേക്കും സാപ്പാട് വന്നു. അപ്പോഴത്തേക്കും സാപ്പാട് കഴിഞ്ഞപ്പോഴത്തേക്കും ജീവിയും വന്നു. രണ്ടാമത് പിന്നെയും ജീവയ്ക്ക് വേണ്ടി ഒരു കഥ ഇങ്ങനെ പിന്നെ ഇരുന്ന് കേൾക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചു. മോഹൻലാலுக்கு அட்வான்ஸ் கொடுக்கணும் சார், இவங்க ஏதோ 5 லட்சம் கொடுத்துருக்கு சொன்னேன்.
അപ്പോൾ അത് നമ്മൾ ക്യാഷാണ് കൊണ്ട് കൊടുത്തിട്ട് അത് ചെക്ക് തിരിച്ച് വാങ്ങിയില്ലാന്ന്. ഓക്കെ, നാളെ കാലയിൽ ഫ്ലൈറ്റ് പോയിട്ടുണ്ടാകും. പിറ്റേ ദിവസം കാലത്ത് ഫ്ലൈറ്റ് ഇടുന്നു. ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് അദ്ദേഹം ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്ത് കൈ കൊണ്ടുവന്ന് തന്നു. ഞാനത് കൊണ്ട് എൻ്റെ അടുത്ത് സ്ലിപ്പും തന്നു. ക്യാഷ് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് എടുത്താന്നുള്ളത്. അങ്ങനെ തൊടുപുഴയിൽ ഷൂട്ട് ചെയ്യാണ്. ഏത് ഭദ്രേട്ടൻ്റെ പടം ഉടയാൻ ഷൂട്ട് ചെയ്യുന്നിടത്ത് നമ്മൾ പോകുന്ന രാത്രി 10 മണിയായി. ചെന്ന് കയറിയപ്പോൾ മോഹൻലാലുണ്ട്, ആന്റണിയുണ്ട്. ആ രവി സാർ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞു സാർ, ചൗധരി സാറ് അഡ്വാൻസ് തന്നിട്ടുണ്ട്, നമ്മൾ പ്രൊഡ്യൂസറെ മാറ്റി മൂപ്പരെടുക്കാമെന്ന് പറഞ്ഞു. അയ്യോ അത് രവി സാർ, ഞാൻ ആ ഡേറ്റൊക്കെ വേറെ ആൾക്കാർ കൊടുത്തു. അവന്മാർ തന്ന ചെക്ക് ബൗൺസായി, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമെന്ന്. നമ്മൾ അണ്ണാ ഞാനിപ്പോൾ അതിനുള്ള ക്യാഷ് കൊണ്ടുവന്നിരിക്കുക. ഇല്ലല്ല, അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇല്ലല്ല രവി സാർ, അത് ഞങ്ങൾ ഡേറ്റ് കൊടുത്തു. ഞാൻ കരയെന്നുള്ള ലെവലിലായി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പ്രശ്നമില്ല, നമുക്ക് അടുത്ത വർഷം ചെയ്യാമെന്നത്. 2006 മാർച്ച് മാസത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാം. ഞാൻ ഈ പൈസ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ തിരിച്ച് ചൗധരി സാറിൻ്റെ അടുത്ത് ചോദിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞെങ്കിൽ ഓഗസ്റ്റ് 11 ഇനിത് മാറ്റുമ്പോൾ ഞാൻ എൻ്റെ സ്വാർത്ഥതയ്ക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ചൗധരി അതുവരെയ്ക്ക് പണം തരാൻ നീ കൊടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുട്ടും. ഇദ്ദേഹത്തെ വിളിക്കണം. എൻ്റെ ടെൻഷൻ എന്തായി, മണി 10 കഴിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹം 10 മണി കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. അന്ന് രജനീഷൻ ഞാൻ രണ്ടും കളിപ്പിച്ച് വരാന്തയിൽ നിന്നിട്ട് ഫോൺ അടിച്ചു. കൂടെ അമ്പിളിയുണ്ട്, പാലക്കാടുള്ള അമ്പിളി മൂവീസിൻ്റെ, രമ്യ മൂവീസിൻ്റെ, മരിച്ചുപോയി പാവം. അദ്ദേഹം ഞാൻ വിളിച്ചപ്പോൾ ഒറ്റ കോളിന് ചൗധരി സാർ ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സാർ ഡേറ്റ് മാറ്റി, എങ്ങനെ പരവായില്ല, പണം കൊടുത്തിട്ട് വാങ്ങ, ഉങ്ങൾക്ക് ടൈം കിടക്കില്ല, പ്രിപ്പയർ പണുക. ഇതാണ് ചൗധരി സാർ പറഞ്ഞത്. അതാണ് ദൈവികമായിട്ടുള്ള ചില ആളുകളെന്നൊക്കെ പറയുന്നത് ഇതാണ്.